السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, നാം ഏറെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതീവ ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈമാനാണ്. നമ്മുടെ വിശ്വാസത്തിൽ പാളിച്ചകൾ സംഭവിച്ചു പോകാതിരിക്കാൻ, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ടവരാണ് നമ്മൾ. അതിനുവേണ്ടി പഠിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നോക്കൂ, നിങ്ങൾ ജനങ്ങൾ അവരിൽ പലരും വഴിതെറ്റിയിട്ടുള്ള ഏതെങ്കിലും വിഷയമുണ്ട് എങ്കിൽ, വിശ്വാസ കാര്യമുണ്ട് എങ്കിൽ അക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നാണ് പല പിഴച്ച കക്ഷികളും ഉടലെടുത്തിട്ടുള്ള മസ്അലകളിലൊന്നാണ് അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ ഖദർ എന്ന മസ്അല. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് റബ്ബിൻ്റെ വിധിയെക്കുറിച്ച് തെറ്റായ ധാരണകളില്ലാതെ യഥാർത്ഥ രൂപത്തിൽ അത് മനസ്സിലാക്കാൻ, ആശയക്കുഴപ്പങ്ങളോ മോശമായ ചിന്തകളോ ദീനിനെക്കുറിച്ചുള്ള സംശയങ്ങളോ ഇല്ലാതെ ആ വിഷയം മനസ്സിലാക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാർ 10 പാഠങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമുക്ക് വിവരിച്ചു തരുന്നു. ആ 10 പാഠങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ ഗ്രഹിക്കുകയും നന്നായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. യഥാർത്ഥ ഈമാനിൽ ജീവിച്ചു മരിക്കാൻ, മുസ്ലിമായി മരിക്കാൻ, നാളെ പരലോകത്ത് സാലിഹുകളുടെ കൂടെ ചെന്നു ചേരാൻ എനിക്കും നിങ്ങൾക്കും റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തെ അടിസ്ഥാന പാഠം, റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് ഏറ്റവും നീതിയുള്ളവൻ. അവനൊരിക്കലും ഒരനീതിയും ഒരക്രമവും അവൻ്റെ പടപ്പുകളോട് ചെയ്യുകയില്ല എന്ന പാഠമാണ്. അള്ളാഹു ഏറ്റവും നീതിമാനാണ്, അവനൊരിക്കലും അനീതി കാണിക്കുകയില്ല എന്ന അടിസ്ഥാന പാഠം. അള്ളാഹുവിൻ്റെ വിധിയാൽ മുസീബത്തുകൾ, അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ വിധിയിൽ അതുപ്രകാരം സംഭവിച്ച കാര്യങ്ങളിൽ അവൻ്റെ പടപ്പുകൾക്ക് വേദന തോന്നിയേക്കാം എങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ നീതിമാനാണ്. അള്ളാഹു ഒരനീതിയും ഒരതിക്രമവും ചെയ്തിട്ടില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കിയിരിക്കുന്നു എന്നതുപോലെ അവൻ ഉദ്ദേശിച്ചവരെ അവൻ വഴികേടിലാക്കിയിരിക്കുന്നു. എങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും നീതിയുള്ളവൻ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, അള്ളാഹു നീതി പാലിച്ചില്ല എങ്കിൽ പിന്നെ ആരാണ് നീതി പാലിക്കുക? നമുക്ക് നീതിബോധം നൽകിയ, നീതി എന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവങ്ങളിലൊന്ന് നമ്മെ പഠിപ്പിച്ച, ശത്രുക്കളോട് പോലും നീതി പുലർത്തണം,
വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഒരു ജനതയോടുള്ള വിദ്വേഷം, അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഇഅദിലു, നിങ്ങൾ നീതി പാലിക്കുക. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയോട്, സൂക്ഷ്മതയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കാര്യം എന്ന് നമ്മെ പഠിപ്പിച്ച റബ്ബ് അവനെങ്ങനെ അനീതി കാണിക്കാനാണ്? അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വമാ ളലംനാഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല. അള്ളാഹു ശിക്ഷിച്ചവരെ കുറിച്ച്, വഴികേടിലായവരെ കുറിച്ച് റബ്ബ് പറയുകയാണ്, വമാ ളലംനാഹും, നാം അവരോട് അനീതി ചെയ്തിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, മറിച്ച് അവർ തന്നെയായിരുന്നു അവരോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ളത്. റബ്ബ് പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തദാലമു. യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, അക്രമം, അനീതി ചെയ്യുക എന്നത് ഞാൻ എൻ്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു, ഞാനത് ചെയ്യുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമൻ, അക്രമം എൻ്റെ അടിമകളെ നിങ്ങൾക്കുമേലും ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അതിക്രമം പ്രവർത്തിക്കരുത്. അള്ളാഹു അക്രമം പ്രവർത്തിക്കുന്നവരെ, അനീതിയുടെ ആളുകളെ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയുള്ള റബ്ബ് എങ്ങനെയാണ് പിന്നെ അനീതി കാണിക്കുക? അള്ളാഹു അവൻ്റെ പടപ്പുകളോട് അവരെ എന്തും ചെയ്യാൻ അവൻ കഴിവുള്ളവനായിരിക്കെ അവൻ അവരോട് അനീതി ഉദ്ദേശിക്കുക പോലുമില്ല. റബ്ബ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ. അള്ളാഹു ലോകരോട് അതിക്രമം ഉദ്ദേശിച്ചിട്ടേയില്ല, അക്രമം അവൻ ചെയ്യുകയില്ല. അവൻ നീതി പ്രവർത്തിക്കുമെന്നതിനു പുറമെ അവൻ ഏറെ ഔദാര്യം ചൊരിയുന്നവനാണ്. അവൻ്റെ അടിമകളോട് നീതി പുലർത്തുന്നു അവൻ. അതോടൊപ്പം നന്മകൾ ലഭിച്ചവർ, ഈമാൻ നുകരാൻ ഭാഗ്യം ലഭിച്ചവർ, അവർക്ക് കിട്ടിയത് എന്താണ്? അവർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ലഭിച്ചത്. അള്ളാഹു അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞതാണ്. നാം ഈ ദീൻ സ്വീകരിച്ചത് അള്ളാഹുവിനോ അവൻ്റെ റസൂലിനോ നാം അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന ഉപകാരമല്ല, മറിച്ച് അള്ളാഹുവാണ് നമുക്ക് അനുഗ്രഹമേകിയത്. യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. അവർ മുസ്ലിമീങ്ങളായി എന്നത് നബിയെ അവർ താങ്കൾക്ക് ചെയ്തു തന്നോ എന്തോ ഉപകാരം പോലെ അവർ പറയുന്നു. നിങ്ങൾ മുസ്ലിമീങ്ങളായി എന്നത് എനിക്ക് ഉപകാരം ചെയ്തതുപോലെ നിങ്ങൾ പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, ഈമാനിലേക്ക് നയിച്ചുകൊണ്ട് അള്ളാഹുവാണ് നിങ്ങൾക്ക് മിന്നത്ത് ചൊരിഞ്ഞത്, അനുഗ്രഹം ചൊരിഞ്ഞത് റബ്ബാണ്. നോക്കൂ നിങ്ങൾ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസാലു ജഹന്നമു യുൽഖാ ഫീഹാ വതഖൂൽ ഹൽ മിൻ മസീദ്. നാളെ പരലോകത്ത് നരകത്തിലേക്ക് അതിൻ്റെ അവകാശികൾ വലിച്ചെറിയപ്പെടുമ്പോൾ നരകം പറഞ്ഞുകൊണ്ടേയിരിക്കും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ. നരകം വീണ്ടും വീണ്ടും ആളുകളെ അതിൽ എറിയിക്കാൻ വേണ്ടി, അവരെ ചുട്ടരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഹത്താ യദഅ റബ്ബുൽ ഇസ്സതി ഫീഹാ ഖദമഹ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കാൽപാദം ഒടുവിൽ നരകത്തിനുമേൽ വെക്കുവോളം, ഫയൻസവി ബഅദുഹാ ഇലാ ബഅദിൻ വതഖൂലു ഖത്ത് ഖത്ത്, ഒടുവിൽ നരകം അള്ളാഹു അവൻ്റെ കാൽപാദം അതിനു മുകളിൽ വച്ചാൽ അത് പരസ്പരം ചുരുണ്ടുകൂടുകയും എന്നിട്ട് മതി മതി എന്ന് പറയുകയും ചെയ്യും. ബിഇസ്സതിക വകറമിക്, റബ്ബേ നിൻ്റെ പ്രതാപം മുഖേന, നിൻ്റെ ഔദാര്യം മുഖേന ഞാൻ നിന്നോട് പറയുന്നു, മതി റബ്ബേ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യസാലു ഫിൽ ജന്നതി ഫദ്ലുൻ, സ്വർഗത്തിൽ അതിലെ ആളുകൾ അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നമ്മെ അവിടെ പ്രവേശിപ്പിക്കുമാറാകട്ടെ, സ്വർഗം വീണ്ടും വീണ്ടും ബാക്കിയുണ്ടാകും, അവിടെ നിറയുകയില്ല. സ്വർഗത്തിൽ ഇനിയും ഇടം ബാക്കിയുണ്ട്, അത്രയും വിശാലമാണ് സ്വർഗം. അള്ളാഹു എന്ത് ചെയ്യും? ഹത്താ യുൻഷി അല്ലാഹു ലഹാ ഖൽഖാ, അള്ളാഹു ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി മാത്രമായി ചില പടപ്പുകൾ അവിടെ പടക്കുകയാണ്. ഫയുസ്കിനഹും ഫദ്ലൽ ജന്ന, സ്വർഗത്തിലെ ആ ബാക്കിയുള്ള ഇടങ്ങളിൽ അള്ളാഹു ആ പടപ്പുകളെ താമസിപ്പിക്കുകയാണ്. യാ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നരകം ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹു നരകത്തിൽ നിറക്കാൻ വേണ്ടി പുതിയ പടപ്പുകളെ പടക്കുകയില്ല, മറിച്ച് നരകത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ മാത്രമാണ്, അക്രമങ്ങളും
നരകത്തിന് യോജിച്ച അനീതികളും വൃത്തികേടുകളും ചെയ്തവരെ മാത്രമാണ് അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കാൽപാദം അതിനു മുകളിൽ വെക്കുകയും നരകം മതി മതി എന്ന് പറയുകയും ചെയ്യും. എന്നാൽ സ്വർഗത്തിലോ, യാ സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിൽ ജീവിച്ചിട്ടില്ലാത്ത ഒരു നന്മയും ചെയ്തിട്ടില്ലാത്ത ആളുകളെ അള്ളാഹു സ്വർഗത്തിനു വേണ്ടി അവിടെ പടക്കുകയും അവൻ സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണത്? സ്വർഗം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവനത് ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. നരകം അള്ളാഹുവിൻ്റെ നീതിയാണ്, നീതിയാണ്. അള്ളാഹു അതിൻ്റെ പ്രവർത്തനം പ്രവർത്തിക്കാത്തവരെ ഒരാളെയും അവിടെ പ്രവേശിപ്പിക്കുകയില്ല. അള്ളാഹുവിൻ്റെ നീതി എത്രയാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യം എത്രയാണ്. അതുകൊണ്ട് സഹോദര, ഞാനും നീയും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിനും അവൻ്റെ നീതിക്കുമിടയിൽ ജീവിക്കുന്നവരാണ്. അക്രമം എന്നൊന്ന് റബ്ബ് ചെയ്യുകയില്ല, അവൻ്റെ പടപ്പുകളോട് ചെയ്യുക. ഒന്നുകിൽ അള്ളാഹുവിൻ്റെ നീതി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം. അവൻ്റെ ഔദാര്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. അത് നൽകാത്തതിന് അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഒന്നാമത്തെ പാഠം ഇതാണ്, അള്ളാഹു നീതിമാനാണെന്ന പാഠം. രണ്ടാമത്തെ പാഠം, പ്രിയമുള്ളവരെ, അള്ളാഹു ഹക്കീമാണ്, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ്. അവൻ്റെ ഏതേത് പ്രവർത്തനത്തിനു പിന്നിലും യുക്തിയുണ്ട്. ആകാശങ്ങളെയോ ഭൂമിയെയോ നമ്മെ ആരെയെങ്കിലെയുമോ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല. വമാ ഖലഖന അസ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശത്തെയോ ഭൂമിയെയോ നാം കളിയായി പടച്ചതല്ല. അത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദുർവിചാരമാണ്. അള്ളാഹു അവൻ യുക്തിയുള്ളവനാണ്. സ്വർഗ നരകങ്ങൾ അള്ളാഹു നിറക്കുന്നത് അവൻ്റെ യുക്തി അനുസരിച്ചാണ്. യുക്തിപൂർണമാണ് അവൻ്റെ കാര്യങ്ങളെല്ലാം. ഈ ലോകത്തൊരു ഇല വീഴുന്നുണ്ട് എങ്കിൽ അതിനു പിന്നിലും അള്ളാഹുവിൻ്റെ യുക്തിയുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഓരോന്നിൻ്റെ പിന്നിലെയും ഹിക്മത്ത് അള്ളാഹു നിനക്ക് അറിയിച്ചു തന്നിട്ടില്ല എങ്കിലും, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്ക് പിന്നിലും യുക്തിയുണ്ട്. പക്ഷെ ഓരോ സംഭവത്തിൻ്റെ പിന്നിലെയും യുക്തി അള്ളാഹു നിനക്ക് അറിയിച്ചു തന്നിട്ടില്ല എങ്കിലും അള്ളാഹു എല്ലാ യുക്തിയും നിനക്ക് അറിയിച്ചു തരണമെന്നില്ല. നിന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഹക്കീമാണ്, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ് എന്ന പാഠം തന്നെ മതി. അവൻ്റെ വിധിയെല്ലാം അതിനു പിന്നിൽ യുക്തിയുണ്ട്. അവൻ്റെ മതനിയമങ്ങൾ മുഴുവൻ അതിനു പിന്നിലും അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്. ഇതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ അടിസ്ഥാന പാഠം, അള്ളാഹു റഹ്മാനാണ്, അവൻ റഹീമാണ്. റഹ്മത്ത് അവൻ്റെ വിശേഷണമാണ്. അവൻ ഏറ്റവും കരുണയുള്ളവനാണ്. വറഹ്മതി വസിഅത് കുല്ല ശൈ. അള്ളാഹു പറയുന്നു, എൻ്റെ കാരുണ്യം സകലതിനെയും ഉൾക്കൊള്ളാൻ വിശാലമായിരിക്കുന്നു. എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത്. അവൻ്റെ റഹ്മത്ത് കൊണ്ടാണ് അവൻ നബിമാരെ നിയോഗിച്ചത്. നമ്മെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അവനിലേക്കുള്ള വഴിയിലേക്ക്, സ്വർഗത്തിലേക്കുള്ള പാതയിലേക്ക് നയിക്കുവാൻ. അതിനുവേണ്ടിയാണ് അവൻ കിതാബുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, അന്തിമ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണ് റബ്ബ് പറഞ്ഞത്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഓ നബിയെ, താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ ഓ നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് ഹിദായത്ത് ഉൾക്കൊള്ളാൻ നമുക്കവൻ സൗഭാഗ്യമേകിയത്. അവനിൽ വിശ്വസിക്കാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കാൻ, അവന് സുജൂദ് ചെയ്യാൻ അവൻ നമുക്ക് സൗകര്യം നൽകിയിട്ടുള്ളത് അവൻ്റെ കരുണ കൊണ്ടാണ്. സത്യം കേൾക്കാൻ കാത് നൽകിയവൻ, അത് കാണാൻ കണ്ണുകൾ നൽകിയവൻ, അത് ഉൾക്കൊള്ളാൻ ഹൃദയം നൽകിയവൻ. പക്ഷെ മനുഷ്യരാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തത്. വഹുവല്ലദീ അൻശഅ ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അവനാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തന്നവൻ. ഖലീലൻ മാ തശ്കുറൂൻ, എന്നാൽ വളരെ കുറച്ചു മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. അവൻ്റെ കാരുണ്യം അതില്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. നോക്കൂ, അവൻ്റെ ദീൻ എത്രമാത്രം കരുണ നിറഞ്ഞ ദീനാണ്. അതിലെ നിയമങ്ങൾ, അതിൽ പഠിപ്പിക്കപ്പെട്ട മര്യാദകൾ എല്ലാം സഹോദരങ്ങളെ റഹ്മത്ത് മുറ്റി നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ റഹ്മത്തുള്ള റബ്ബ് എങ്ങനെയാണ് അവൻ്റെ പടപ്പുകളോട് ആരോടെങ്കിലും അനീതി ചെയ്യുക? ഇല്ല സഹോദര. അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ ഈ അടിസ്ഥാന പാഠം നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. നാലാമത്തെ പാഠം, അള്ളാഹു അവനാണ് അറിയുന്നവൻ, അവനാണെല്ലാം അറിയുന്നവൻ. അവൻ്റെ പടപ്പുകളായ നമ്മൾ അറിവില്ലാത്തവരാണ്. وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم.
വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. റബ്ബ് പറയുകയാണ്, വഅസ അൻ തക്റഹു ഷൈഅൻ, ഒരു കാര്യത്തെ നിങ്ങൾ വെറുക്കുകയും വഹുവ ഖൈറുൽ ലക്കും, യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടാവുകയില്ല, പക്ഷെ അതിനു പിന്നിൽ നിങ്ങൾക്ക് നന്മയേകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. വഅസ അൻ തുഹിബ്ബു ഷൈഅൻ, ചില കാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കും, പക്ഷേ വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കഴിഞ്ഞ കാലത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നാം ഏറെ ആഗ്രഹിച്ചിരുന്ന, കൊതിച്ചിരുന്ന എത്ര കാര്യങ്ങൾ കിട്ടാതെ പോയപ്പോൾ നാം പ്രയാസപ്പെട്ട കാര്യങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയേനെ. നമുക്ക് കിട്ടിയ നാം ഇഷ്ടപ്പെടാത്ത പലതും പിന്നീട് നമുക്ക് വലിയ നന്മയായി തീർന്ന എത്ര അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും മുന്നിലുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അറിയുക, നമുക്ക് അറിവില്ല എന്ന കാര്യം. അതുകൊണ്ട് എല്ലാം അറിയുന്ന റബ്ബിൻ്റെ ഖദറിനെ, അവൻ്റെ വിധിയെ ചോദ്യം ചെയ്യുന്ന, അതേക്കുറിച്ച് ആക്ഷേപമുന്നയിക്കുന്ന ആളുകളിൽ സഹോദര നീ ഉൾപ്പെട്ടു പോകരുത്. നീ ഒന്ന് സങ്കല്പിച്ചു നോക്കുക, അള്ളാഹുവിൻ്റെ അറിവ് യാ സുബ്ഹാനല്ലാഹ്, അതിലെ പകുതി എങ്ങാനും അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്നു എന്ന് നീ സങ്കല്പിക്കുക. അതിൻ്റെ പകുതി അള്ളാഹു നിനക്ക് പഠിപ്പിച്ചു തന്നു എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ വിധിയിൽ നീ അറിയാത്ത കാര്യത്തെ അതിനെ എതിർക്കാനും അതിനെ ചോദ്യം ചെയ്യുവാനും നിനക്ക് അവകാശമില്ല. കാരണം അള്ളാഹു നിനക്ക് പറഞ്ഞു തരാത്ത അടുത്ത പകുതിയിലായിരിക്കും അതിനു പിന്നിലുള്ള രഹസ്യം ഉണ്ടാവുക. എങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ അറിവും നമ്മുടെ അറിവും യഥാർത്ഥത്തിൽ എവിടെയാണ്? വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിവിൽ നിന്ന് അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിനെ കാണാൻ പോയ സംഭവം അതാ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം, അവർ രണ്ടുപേരും ആ കപ്പലിൽ കയറിയപ്പോൾ ഒരു ചെറിയ കുരുവി വന്ന് ആ കപ്പലിൻ്റെ ഒരു ഭാഗത്തിരുന്ന് കടലിലേക്ക് തൻ്റെ ചെറിയ കൊക്കുകൊണ്ട് ഒന്ന് മുക്കിയെടുക്കുകയുണ്ടായി. ഖദർ അലൈഹിസ്സലാം ആ സമയത്ത് മൂസാ നബിയോട് പറഞ്ഞു, മാ ഇൽമുക വഇൽമി വഇൽമുൽ ഖലായിഖി ഫീ ഇൽമില്ലാഹ് ഇല്ലാ മിഖ്ദാറു മാ ഗമസ ഹാദൽ ഉസ്ഫൂർ മിൻ ഖാറ. എൻ്റെയും താങ്കളുടെയും സർവ്വ പടപ്പുകളുടെയും വിജ്ഞാനം അള്ളാഹുവിൻ്റെ അറിവുമായി തട്ടിച്ചു നോക്കിയാൽ ഇതാ ഈ കുഞ്ഞു കുരുവി അതിൻ്റെ കൊക്ക് ഈ സമുദ്രത്തിൽ നിന്ന് മുക്കിയെടുത്തപ്പോൾ എത്രയാണ് അതിന് ലഭിച്ചത്? അതുപോലെ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ച് സഹോദര നീ ആലോചിച്ചിട്ടുണ്ടോ? ഈ ലോകത്തെ മൺതരികൾ അതോരോന്നും റബ്ബിനറിയാം. ഒരു മഴ പെയ്യുകയാണ്, അതിലോരോ തുള്ളികളും അതെവിടെയാണ് പതിക്കുക? അള്ളാഹുവിനറിയാം. അവനറിയാത്തത് എന്തുണ്ട്? വഇൻദഹു മഫാതിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫി ളുലുമാതിൽ അർദ് വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. വഇൻദഹു മഫാതിഹുൽ ഗൈബ്, എല്ലാ ദൃശ്യങ്ങളുടെയും താക്കോലുകൾ അവൻ്റെ പക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹു, അവനല്ലാതെ അത് അറിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത് അള്ളാഹു അറിയുന്നു. ആലോചിച്ചു നോക്കൂ, കരയിലെ കൊടാനുകൂടി പടപ്പുകൾ, ആകാശകുത്തുകൂടെ പറക്കുന്നതും ഭൂമിയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നതുമായ അന്തരീക്ഷത്തിലുള്ള പടപ്പുകൾ, പ്രാണികൾ, മനുഷ്യർ, പൂക്കൾ, മരങ്ങൾ, അരുവികൾ, സമുദ്രങ്ങൾ, എന്തെല്ലാം സമുദ്രത്തിനടിയിൽ എന്തെല്ലാം. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അവൻ അറിഞ്ഞിട്ടല്ലാതെ ഒരു ഇല പോലും വീഴുന്നില്ല. അവൻ അറിയുന്നു അത്. വല ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടറകൾക്കുള്ളിലുള്ള ഒരു ധാന്യമണിയുണ്ട് എങ്കിൽ അള്ളാഹു അതറിയുന്നു. വല റത്ബിൻ വല യാബിസിൻ, ഉണങ്ങിയതോ പച്ചയോ ആയ എന്താകട്ടെ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ എന്താകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായി അള്ളാഹു രേഖപ്പെടുത്തിയ രേഖയിൽ, അവൻ എഴുതിയ കിതാബിൽ അതുണ്ട്. അള്ളാഹു പറയുകയാണ്, അങ്ങനെയുള്ള റബ്ബിനെ ചോദ്യം ചെയ്യാൻ, അവൻ്റെ വിധിയെക്കുറിച്ച് സംശയം ഉന്നയിക്കാൻ നമുക്ക് എന്തവകാശമാണുള്ളത്? അഞ്ചാമത്തെ അടിസ്ഥാന പാഠം, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനാണ് എല്ലാ കമാലുമുള്ളത്. അവൻ്റെ വിശേഷണങ്ങളെല്ലാം പരിപൂർണമാണ്. നമ്മളാകട്ടെ കുറവുകളും ന്യൂനതകളുമുള്ള ആളുകളാണ്. അള്ളാഹുവിൻ്റെ ശക്തി അത് സമ്പൂർണ്ണമാണ്, അവൻ്റെ അറിവ് സമ്പൂർണ്ണമാണ്.
അവൻ്റെ കഴിവ് സമ്പൂർണ്ണമാണ്, അവൻ്റെ യുക്തി സമ്പൂർണ്ണമാണ്, അവൻ്റെ കാരുണ്യം സമ്പൂർണ്ണമാണ്, അവൻ്റെ വിശേഷണങ്ങളെല്ലാം പരിപൂർണമാണ്. അതിനപ്പുറത്തിനൊന്നും ഇനിയൊന്നുമില്ല. എന്നാൽ പടപ്പുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യുക്തിയില്ലാത്തവരാണ്. അത് കുറഞ്ഞ ആളുകളാണ്, കരുണ കുറഞ്ഞ ആളുകളാണ്, അറിവ് കുറഞ്ഞ ആളുകളാണ്, ശക്തി കുറഞ്ഞ ആളുകളാണ്. റബ്ബാകട്ടെ എല്ലാ സിഫത്തുകളിലും പരിപൂർണനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാവതല്ല. വഹും യുസ്അലൂൻ, അവരാണ് ചോദ്യം ചെയ്യപ്പെടുന്നവർ. ആയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹു പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യാവതല്ല. അവനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, അവൻ്റെ വിധിയെ എതിർക്കാൻ ഒരാളുമില്ല, സാധ്യമല്ല. എന്തുകൊണ്ടാണ്? കാരണം അവൻ്റെ ഇസ്സത്ത് അത്രയുമാണ്, അവൻ്റെ പ്രതാപം അത്രയുമുണ്ട്, അവൻ്റെ കഴിവ് അത്രയുമുണ്ട്, അവൻ്റെ മഹത്വവും അവൻ്റെ ശക്തിയും അത്രയുമുണ്ട്, അവൻ്റെ വലിപ്പം അത്രയുമുണ്ട്. പോരാ, അതുമാത്രമല്ല അവൻ്റെ കാരുണ്യം അത്രയുമുണ്ട്, അവൻ്റെ യുക്തി അത്രയുമുണ്ട്. അവൻ ചെയ്യുന്നത് മുഴുവൻ ശരിയാണ്, കരുണ നിറഞ്ഞതാണ്. അതുകൊണ്ട് ലാ യുസ്അലു അമ്മാ യഫ്അൽ, നീ ചോദിക്കേണ്ടതില്ല. എതിർപ്പിൻ്റെ ചോദ്യം അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് നീ ഉയർത്തേണ്ടതില്ല, അത് പാടില്ല. നീ അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവിനെ കുറിച്ച് നീ ശരിക്കും മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യൻ അവൻ്റെ ബാക്കിയുള്ള ജീവിത വ്യവഹാരങ്ങളിൽ പോലും ദുനിയാവിൻ്റെ കാര്യത്തിൽ തന്നെ ഇക്കാര്യം ഉൾക്കൊള്ളുന്നവരാണ്. നമ്മെക്കാൾ ഒരു വിഷയം പഠിച്ചിട്ടുള്ള ഒരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും? അതാ, ഒരു സർജറി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നല്ല കഴിവുള്ള, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു വലിയ ഡോക്ടർ ഒരു ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളൊരു മനുഷ്യൻ്റെ ശരീരം കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നു. അവിടേക്കൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കയറി ചെന്ന് ചോദിക്കാൻ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് എന്തിനാണ്? ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ഇത് ശരിയല്ല എന്നിങ്ങനെ ഒരാൾ ചോദിച്ചാൽ എന്ത് ചോദ്യമായിരിക്കും അയാൾ തിരിച്ചു നേരിടേണ്ടി വരിക? അല്ലെ, ഒരു വിമാനം പറത്തുന്ന ഒരു പൈലറ്റിൻ്റെ ക്യാബിനിലേക്ക് ഒരാൾ കയറി ചെന്ന് ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇവിടെ സ്പർശിക്കുന്നത് എന്തിനാണ്? ഇവിടെ പിടിച്ച് വലിക്കുന്നത് എന്തിനാണ്? ഇത് ശരിയല്ല, ഇതിൻ്റെ യുക്തി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അയാൾ നേരിടേണ്ടി വരുന്ന ചോദ്യം? നീ ആരാണ് ഇത് ചോദിക്കാൻ? നീ എന്താണ് പഠിച്ചിട്ടുള്ളത്? യാ സുബ്ഹാനല്ലാഹ്, ദുനിയാവിൻ്റെ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ സ്ഥിതിയെങ്കിൽ എല്ലാം അറിയുന്ന റബ്ബിനോട്, അവൻ്റെ വിധിയെക്കുറിച്ച് ഏറ്റവും കരുണയുള്ള, എല്ലാ മഹത്വങ്ങളുമുള്ള, എല്ലാ കഴിവുമുള്ള, എല്ലാ പ്രതാപങ്ങളുമുള്ള, അവൻ്റെ സിഫത്തുകളെല്ലാം പരിപൂർണമാണ്, ആ റബ്ബിനോട് അവൻ്റെ വിധിയെക്കുറിച്ച് നീ ചോദിക്കുകയാണോ? എന്തിനാണ് റബ്ബ് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് അള്ളാഹു അങ്ങനെ ചെയ്യുന്നത്? മനുഷ്യ, നീ എത്ര നന്ദി കെട്ടവനാണ്. അള്ളാഹുവിനെക്കുറിച്ച് അവന് നൽകേണ്ട മഹത്വം മനുഷ്യൻ നൽകിയിട്ടില്ല, അള്ളാഹുവിനെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടില്ല. ഇതാണ് പ്രിയമുള്ളവരെ അഞ്ചാമത്തെ പാഠം എന്ന് പറയുന്നത്. ആറാമത്തെ പാഠം അള്ളാഹുവിന് അവൻ്റെ പടപ്പുകൾക്കെതിരിലാണ് ന്യായമുള്ളത്. അതല്ലാതെ പടപ്പുകൾക്ക് അള്ളാഹുവിനെതിരിൽ യാതൊരു ന്യായവുമില്ല. അള്ളാഹുവിനാണ് എല്ലാ ഹുജ്ജത്തുമുള്ളത്. ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, അള്ളാഹുവിനെതിരിൽ ഒരാൾക്കും ഒരു ന്യായവുമില്ല. അള്ളാഹു മനുഷ്യരിലേക്ക് റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ വകാന അല്ലാഹു അസീസൻ ഹകീമ. അള്ളാഹു റസൂലുകളെ താക്കീത് നൽകുന്നവരായി, സന്തോഷവാർത്ത അറിയിക്കുന്നവരായി അയച്ചവനാണ്. എന്തിനു വേണ്ടി? ആളുകൾക്ക് അള്ളാഹുവിനെതിരിൽ യാതൊരു ന്യായവുമില്ലാതിരിക്കാൻ. സഹോദര, ഒന്നാലോചിക്കുക. അള്ളാഹു എങ്ങാനും നമ്മെ ഈ ദുനിയാവിൽ പടക്കാതെ, ദുനിയാവിൽ പ്രവർത്തനം ചെയ്യാൻ നമ്മെ നിശ്ചയിക്കാതെ ആദ്യം തന്നെ അള്ളാഹു നമ്മെ നരകത്തിൽ സൃഷ്ടിക്കാൻ, ദുനിയാവിൽ ഒരവസരവും നൽകാതെ നരകത്തിൽ നമ്മെ സൃഷ്ടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവനെ തടയാൻ ആരുണ്ട്? ആരാണ് അവനെ തടയാനുള്ളത്? അള്ളാഹു അവൻ്റെ പടപ്പുകൾ നരകത്തിൽ ആദ്യം തന്നെ അങ്ങ് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ തടയാൻ ആരുണ്ട്? ആ റബ്ബിനെ കുറിച്ചാണോ, അവൻ്റെ വിധിയെക്കുറിച്ചാണോ നീ സംശയിക്കുന്നത്? എന്തുകൊണ്ട് ഇന്നവൻ ദലാലത്തിലായി, എന്തുകൊണ്ട് അവന് ഹിദായത്ത് ലഭിച്ചില്ല എന്ന് അള്ളാഹുവിനെ കുറിച്ച് നീ ആശങ്കപ്പെടുന്നത്? പ്രിയമുള്ള സഹോദര, ഈ പുകമറകളെല്ലാം നീങ്ങുന്ന ഒരു നാൾ വരാനുണ്ട്, അന്ത്യനാൾ. فكشفنا عنك غطاءك فبصرك اليوم حديد. ഇന്ന് നിന്റെ മൂടി നാം നീക്കുന്നതാണ്, ഇന്ന് നിന്റെ കാഴ്ച മൂർച്ചയേറിയതാണ് എന്ന് അള്ളാഹു പറയുന്ന ആ നാളിൽ ജനങ്ങളുടെ സംശയങ്ങൾ നീങ്ങുന്ന,
തർക്കങ്ങൾ അവസാനിക്കുന്ന, സത്യത്തിൻ്റെ വഴി ഏത്, തെറ്റിൻ്റെ വഴി ഏതായിരുന്നു എന്നെല്ലാം വ്യക്തമായി വേർതിരിയുന്ന നാളിൽ എന്താണ് ആളുകൾ പറയുക? എന്താണ് സ്വർഗവാസികൾ പറയുക? അള്ളാഹു അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. അതാണ് സ്വർഗവാസികൾ പറയുക. ഇവിടേക്ക് ഞങ്ങളെ നയിച്ച അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അള്ളാഹു ഇതിലേക്ക് നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വഴി കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. സ്വർഗവാസികൾ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയാണ്, സ്തുതികളെല്ലാം അവന് പറയുകയാണ്. നരകവാസികൾ എന്താണ് പറയുക? എന്താണ് അവർ പറയുക? അള്ളാഹു പറഞ്ഞു തരുന്നു. അവർ പറയും, യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. അവർ പറയുകയാണ്, ഇതാ ഈ പരലോകത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ ജീവിച്ചവരായിപ്പോയി നാം. ബൽ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമം ചെയ്തവരായിപ്പോയി, ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു, ഞങ്ങളോട് അള്ളാഹു അനീതി ചെയ്തു എന്ന് ഒരു നരകവാസിയും പറയുകയില്ല. നോക്കൂ, അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല, അള്ളാഹു ആരോടും അനീതി ചെയ്യുകയില്ല. അങ്ങനെ തോന്നുന്നവൻ പ്രശ്നം അവൻ്റെ അറിവിനാണ്, അവൻ്റെ ഹൃദയത്തിനാണ്. അവൻ പഠിക്കുക, മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, പ്രത്യേകിച്ച് അവനെക്കുറിച്ച്, അവൻ്റെ വിധിയെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം നേരെയാക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്രദമായ വിജ്ഞാനം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. സഹോദരങ്ങളെ, റബ്ബിൻ്റെ വിധിയെക്കുറിച്ചുള്ള പാഠങ്ങളിൽ അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അതിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം ഉറപ്പിച്ചിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങളിൽ ഏഴാമത്തേത്, റബ്ബിൻ്റെ വിധിയെക്കുറിച്ച് അവൻ പറഞ്ഞു തന്നിട്ടുള്ള വിജ്ഞാനം നമുക്കുണ്ട് എന്നതുപോലെ അവൻ അറിയിച്ചു തരാത്ത വിജ്ഞാനത്തിൻ്റെ ഒരു ഭാഗവുമുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുള്ളത് അൽ ഖദറു സിറുല്ലാഹ്, ഖദർ എന്നത് അള്ളാഹുവിൻ്റെ രഹസ്യമാണ്, അതിൻ്റെ എല്ലാ ഭാഗവും റബ്ബ് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തത്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്തത് നീ അന്വേഷിക്കാൻ ശ്രമിച്ചാൽ നീ ബുദ്ധിമുട്ടിപ്പോകും. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കു പിന്നിലും ഒരാൾ ഹിക്മത്ത്, എന്താണ് അതിനു പിന്നിൽ അള്ളാഹു നിശ്ചയിച്ച യുക്തി, ഇതിനു പിന്നിൽ നിശ്ചയിച്ച യുക്തി എന്നിങ്ങനെ ഒരുവൻ അന്വേഷിക്കാൻ നിന്നാൽ അവൻ തളർന്നു പോകും. ഏതുപോലെ ഒരാൾ സൂര്യനെക്കുറിച്ച് മനസ്സിലാക്കാൻ നട്ടുച്ച നേരത്തെ അതിലേക്ക് കണ്ണും നട്ട് നോക്കുകയാണ്, നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, കണ്ണെടുക്കുന്നില്ല. എന്താണ് സംഭവിക്കുക? എന്തെങ്കിലും അവൻ അറിയാൻ സാധിക്കുമ്പോൾ ഇല്ല, പകരം അവൻ്റെ കാഴ്ച തകരാറിലാകും. അതാണ് അവന് സംഭവിക്കാൻ പോകുന്നത്. എന്നതുപോലെ കിതാബിലും സുന്നത്തിലും വരാത്തതിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ച് പിശാചിൻ്റെ വസ്വാസുകൾക്ക് പിന്നാലെ നീ പോയാൽ കേടുവരാൻ പോകുന്നത് നിൻ്റെ ഹൃദയത്തിനാണ്. അതല്ലാതെ നിനക്ക് ഉപകാരപ്രദമായ ഒരു വിജ്ഞാനവും കിട്ടാനും പോകുന്നില്ല. ഈ കാര്യം മനസ്സിലാക്കുക. എട്ടാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് അറിയിച്ചു തരാതെ ചില വിജ്ഞാനങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു പക്ഷേ നമുക്ക് ഖൈറുണ്ടായിരിക്കാം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് യോജിച്ചത്, നമുക്ക് താങ്ങുന്നത് ആണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ചില അറിവുകൾ നമ്മൾ അറിയാതിരിക്കലാകും നന്മ എന്ന് പറയുന്നത്, അതിൽ ഖൈറുണ്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അറിയിച്ചു കൊടുത്തിരുന്നു. ആദ്യം അത് ഏത് രാത്രിയാണെന്ന് കൃത്യമായി അറിയിച്ചു കൊടുത്തിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ രണ്ടുപേർ പരസ്പരം കലഹിക്കുന്നത് കണ്ടു. നബി ആ രാത്രി ഏതാണെന്ന് മറന്നുപോയി. സഹാബത്തിനോട് വന്നിട്ട് പറയുകയാണ്, ഇന്നി ഖറജ്തു ലി ഉഖ്ബിറകും ബിലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ വരികയായിരുന്നു. വ ഇന്നഹു തലാഹ ഫുലാനുൻ വ ഫുലാൻ. അപ്പോൾ രണ്ടുപേർ അവിടെ കലഹിച്ചു. ഫറുഫിഅത്, ആ വിജ്ഞാനം ഉയർത്തപ്പെട്ടു. വ അസാ അൻ യകൂന ഖൈറൻ ലക്കും, പക്ഷെ അതിൽ ഖൈറുണ്ടായിരിക്കും, നിങ്ങൾ അറിയാതെ പോയതിൽ ഖൈറുണ്ടായിരിക്കും. കൂടുതൽ രാത്രികളിൽ ആ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്യാൻ നമുക്കതുകൊണ്ടാണ് അവസരം ഒരുങ്ങിയത്. ഇങ്ങനെ ചില വിജ്ഞാനങ്ങൾ മറക്കപ്പെട്ടതിൽ നമുക്ക് നന്മയുണ്ടായിരിക്കും. ഒൻപതാമത്തെ കാര്യം, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനോട് അദബ് പാലിക്ക്, മര്യാദ പാലിക്ക്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നല്ലത് പറയുക, റബ്ബിനെക്കുറിച്ച് നീ നല്ലതല്ലാതെ ചിന്തിക്കാതിരിക്കുക. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ ഒരു ദുആയിൽ നമുക്ക് കാണാം, വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക് വശർറു ലൈസ ഇലൈക്. അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റബ്ബേ നിൻ്റെ കൈകളിലാണ് എല്ലാ നന്മയും. വശർറു ലൈസ ഇലൈക്, ഷർറ് നിന്നിലേക്ക് ചേർത്തി പറയാവതല്ല,
അള്ളാഹുവിനോടുള്ള മര്യാദകളിൽ ഒന്നാണ് അവനെക്കുറിച്ച് നല്ലത് പറയുക എന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, അള്ളാഹു അവനാണ് എന്നെ പടച്ചത്, ഫഹുവ യഹ്ദീൻ, അവനാണ് എനിക്ക് സന്മാർഗമേകുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അള്ളാഹുവാണ് എനിക്ക് ഭക്ഷണമേകുന്നത്, എനിക്ക് പാനീയം നൽകുന്നത്, വെള്ളം നൽകുന്നത്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അവനാണ്. നോക്കൂ നിങ്ങൾ, രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രം ഞാൻ രോഗിയായാൽ എന്ന് പറഞ്ഞത്, ബാക്കിയെല്ലാം അള്ളാഹു എനിക്ക് ചെയ്തു തരുന്നു, അവൻ എനിക്ക് ഭക്ഷണം നൽകുന്നു, അവൻ എനിക്ക് വെള്ളം നൽകുന്നു. എന്നാൽ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തു പറയും? ഇതാ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്, അവനാണ് എന്നെ രോഗിയാക്കുന്നത് എന്ന് പറഞ്ഞില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരവും അള്ളാഹുവിനെക്കോട് പാലിക്കേണ്ട മര്യാദകളും ഇബ്രാഹിം അലൈഹിസ്സലാം എങ്ങനെയാണ് പാലിച്ചതെന്ന് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അറിയുക, അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാതെ നമ്മൾ ചിന്തിച്ചു പോകരുത്. ഇതാ പരീക്ഷണങ്ങളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശത്രുക്കളും മുസ്ലിമീങ്ങളുടെ എതിരാളികളും ക്രൂരന്മാരും അധർമ്മകാരികളും അനീതിയുടെ വക്താക്കളുമെല്ലാം നാട്ടിലിങ്ങനെ മേഞ്ഞു നടക്കുന്നതും അവരവരുടെ നിഷ്ഠൂരതകൾ ഒരു തടസ്സവുമില്ലാതെ ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ മസ്ജിദുകൾക്ക് നേരെ കയ്യോങ്ങുന്നതും മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്നതും അള്ളാഹുവിൻ്റെ അടിമകളോട് അതിക്രമം പ്രവർത്തിക്കുന്നതുമെല്ലാം കണ്ടാൽ, സഹോദര, എന്താണിങ്ങനെ എന്നത് ചിന്തിച്ച് ഒരിക്കലും അള്ളാഹുവിനെക്കുറിച്ച് മോശം വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് നീ എത്തിപ്പോകരുത്. ശരിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേദനിക്കണം. എവിടെയുള്ള ഈമാനുള്ളവരുടെ വേദനയും നമ്മുടെ വേദനയാണ്, അവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമാണ്, അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കുന്നതിലേക്ക് നിന്നെ അത് നയിച്ചു പോകരുത്. അള്ളാഹു പറഞ്ഞില്ലേ, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ്, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറു ഫിൽ ബിലാദ് മതാഉൻ ഖലീലുൻ ثم മഅവാഹും ജഹന്നം വബിഅ്സൽ മിഹാദ്. കുഫാറുകൾ നാടുകളിൽ വിഹരിക്കുന്നത് കണ്ട് നീ വഞ്ചിതനായി പോകരുത്. അവരുടെ തുച്ഛമായ വിഭവം മാത്രമാണ്. ثم മഅവാഹും ജഹന്നം, പിന്നീട് അവർക്ക് ചെന്നു ചേരാനുള്ള സങ്കേതം ജഹന്നമാണ്. വബിഅ്സൽ മിഹാദ്, അതെത്ര മോശമായ വിരിപ്പാണ്, എത്ര മോശമായ സങ്കേതമാണ്. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാ. അല്ലാഹു ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വിലയെങ്കിലും നൽകിയിരുന്നുവെങ്കിൽ അള്ളാഹു അവനെ നിഷേധിച്ചവന് ഒരു തുള്ളി വെള്ളം കൊടുക്കുമായിരുന്നില്ല. അള്ളാഹു ഈ ദുനിയാവിന് അത്രമാത്രമേ വില നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ ഈ വില മാത്രം നൽകിയിട്ടുള്ള ഈ ദുനിയാവിൽ സംഭവിക്കുന്നതിൻ്റെ പേരിൽ നീ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിച്ചു പോകരുത്. എന്താണ് ഈ ദീനിന് വിജയമില്ലാത്തത് എന്ന് നീ ചിന്തിച്ചു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചത്തുകിടക്കുന്ന വൈകല്യമുള്ള ഒരു ആട്ടിൻകുട്ടിയെ കാണുകയാണ്. അതിൻ്റെ ചെവിക്ക് പിടിച്ച് സഹാബത്തിനോട് ചോദിച്ചു, ഒരു ദിർഹമിന് ഇതാരെങ്കിലും തന്നാൽ നിങ്ങളിൽ ആര് വാങ്ങും? ആർക്കാണ് ഇത് ഇഷ്ടമുണ്ടാവുക? സഹാബത്ത് പറഞ്ഞു, ഞങ്ങളിൽ ആർക്ക് വേണമത്? ആരാണതിന് ഇഷ്ടപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വെറുതെ തന്നാലോ? നബിയെ, ഇത് അതിനൊരു വൈകല്യമില്ല എങ്കിൽ പോലും, അത് ചത്തുകിടക്കുന്നു എന്നത് മാത്രമല്ല, അത് ജീവനോടെ ഉണ്ട് എങ്കിൽ പോലും അത് വൈകല്യമുള്ള, ചെവിക്കൊരു വൈകല്യമുള്ള ആടാണ്. കൂടാതെ അത് ചത്തുപോവുകയും ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. നിങ്ങൾക്ക് ഇതിനെ എത്രമാത്രം നിസാരമായിട്ടാണോ ഇതിനെ നിങ്ങൾ കാണുന്നത്, ഇതിനെ ഒരു വിലയില്ലാത്തതുമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അതിനേക്കാൾ അള്ളാഹുവിങ്കൽ വിലയില്ലാത്തതാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തു പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യുദ്ധമാകട്ടെ, സമാധാനമാകട്ടെ, സന്തോഷമാകട്ടെ, സന്താപമാകട്ടെ, എല്ലാം അവസാനിക്കാനുള്ളതാണ്. എല്ലാവരും മരിച്ചു പോകാനുള്ളതാണ്. പണക്കാരനും പാവപ്പെട്ടവനും അധികാരിയും അവർക്ക് കീഴിൽ ജീവിച്ചവനും അക്രമികളും അക്രമിക്കപ്പെട്ടവരും മർദ്ദകന്മാരും മർദ്ദിതന്മാരും എല്ലാവരും മരിക്കാനുള്ളതാണ്. ഇത് അവസാനിക്കാനുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരിക്കലും അവസാനിക്കാത്ത ലോകം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെയാണ് അവൻ കാര്യങ്ങൾ തീർപ്പാക്കുക. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നിരാശരാകരുത്. ദുആ എന്ന ഏറ്റവും വലിയ ആയുധം നമ്മുടെ കയ്യിലുണ്ട്. ദുആ എന്ന ഏറ്റവും ശക്തമായ ആയുധം
നമ്മുടെ കയ്യിലുണ്ട്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആ ദുആ എന്ന ആയുധം പ്രയോഗിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ മറക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അവർക്ക് നേരെ ഉപദ്രവങ്ങൾ വരുത്തി വെക്കുന്ന, നമ്മുടെ മസ്ജിദുകൾക്ക് നേരെ, മുസ്ലിമീങ്ങൾക്ക് നേരെ അക്രമവുമായി വരുന്ന അതിക്രമികളെ അല്ലാഹു റബ്ബുൽ ആലമീൻ നശിപ്പിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ 10ാമത്തെ പാഠം ഖദറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നീ നിൻ്റെ നീയത്ത് നന്നാക്കുക, നല്ല നീയത്തുണ്ടായിരിക്കുക, സത്യസന്ധതയോടെ പഠിക്കുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തേടുക, ശരിയായ ദീൻ നിനക്ക് പഠിപ്പിച്ചു തരാൻ. ഈ 10 പാഠങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം മറക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഈമാൻ നമുക്ക് നൽകുകയും അതിനായി മരിക്കാൻ തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم احفظ المسلمين في بلادنا، اللهم احفظ المسلمين في كل مكان. اللهم احفظنا واحفظ أنفسنا ودماءنا وأموالنا وأعراضنا ومساجدنا ونساءنا وذرياتنا يا رب العالمين. اللهم عليك بأعدائنا وأعداء الدين، اللهم عليك بأعداء المسلمين، اللهم مزق ملكهم وشتت شملهم يا قوي يا عزيز. اللهم منزل الكتاب، مجري السحاب، هازم الأحزاب، سريع الحساب، اهزمهم وزلزلهم يا قوي يا عزيز. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم على نبينا محمد.